السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, എല്ലാവരിലും പ്രപഞ്ച സ്രഷ്ടാവിന്റെ രക്ഷയും കരുണയും സദാ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. أعوذ بالله من الشيطان الرجيم. ألم تر أن الله سخر لكم ما في السماوات وما في الأرض وأسبغ عليكم نعمه ظاهرة وباطنة ومن الناس من يجادل في الله بغير علم ولا هدى ولا كتاب منير. നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് സൂറത്ത് ലുഖ്മാനിലെ വളരെ ആഴമുള്ള ചിന്താർഹമായ ദീപ്തമായ കുറെ ജീവിത പാഠങ്ങളെ കുറിച്ച് പറഞ്ഞു പോകുകയായിരുന്നു. ആദ്യ ഭാഗം പ്രപഞ്ചത്തെയും പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സ്രഷ്ടാവായ നാഥന്റെ മഹാ അദ്ഭുത സംവിധാനങ്ങളെയും അതിനുശേഷം അതിനുള്ളിൽ ജീവിക്കുന്ന മനുഷ്യൻ ഈ കാര്യങ്ങളെ ഏത് രൂപത്തിലാണ് നോക്കിക്കാണേണ്ടതെന്നും ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അതിനെ ഏത് രൂപത്തിലായിരിക്കണം ഇതിന്റെ എല്ലാം തന്നെ സംവിധായകന് മനസ്സിലാക്കിക്കൊണ്ട് ഉപയോഗിക്കേണ്ടത്, ആ ജീവിത സമയങ്ങളെ കഴിച്ചു കടത്തേണ്ടത് എന്നുള്ള ഒരു ആമുഖ പാഠം പറഞ്ഞു വെച്ച് അതിനുശേഷം ലുഖ്മാൻ എന്ന മഹാ വ്യക്തി തന്റെ ജീവിതത്തെ എങ്ങനെയാണ് തലമുറയിലേക്ക് പിന്നീട് കൈമാറാനുള്ള ശ്രമം നടത്തുന്നത് എന്ന് അള്ളാഹു പറഞ്ഞു പോകുകയായിരുന്നു. നമ്മള് ഇതിനു മുമ്പുള്ള ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു വെച്ചൊരു വിഷയം, നേരിട്ട് തന്നെ പ്രപഞ്ച സൃഷ്ടാവിന് ഈ കാര്യങ്ങളെല്ലാം നമ്മളോട് പറയാം. എന്നാൽ ലോകത്തിന്റെ ഒരു കോണിൽ ഒരു മനുഷ്യൻ തന്റെ കുഞ്ഞിനോട് പറഞ്ഞ കാര്യങ്ങളെ അന്ത്യനാൾ വരേക്കുമുള്ള മനുഷ്യ കുടുംബത്തിന്റെ മുമ്പിൽ പ്രപഞ്ച സൃഷ്ടാവ് എടുത്തുദ്ധരിക്കുമ്പോൾ അതിന്റെ പിറകിൽ ചില തേട്ടങ്ങളുണ്ട്. അത് ഓരോ രക്ഷിതാക്കളും ഉപദേശിക്കുന്നതിനപ്പുറം എങ്ങനെയായിരിക്കണം തന്റെ കുടുംബത്തിൽ മക്കളിലെല്ലാം തന്നെ ഈ കാര്യങ്ങളെ ജീവിതം കൊണ്ട് വ്യാഖ്യാനിക്കേണ്ടത് എന്ന ഒരു പാഠം അതിൻ്റെ ഉള്ളിൽ അള്ളാഹു നിറച്ചു വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു മഹാമനുഷ്യനെ ഉദ്ധരിച്ചുകൊണ്ട് അള്ളാഹു നമ്മളോട് സംസാരിക്കുന്നത് എന്ന്. മനുഷ്യൻ എന്നും നന്ദിയുള്ളവനാകുമ്പോൾ, ജീവിതത്തിൽ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ ശ്രമിക്കുമ്പോൾ അള്ളാഹുവിന്റെ സന്നിധിയിൽ ആ മനുഷ്യൻ ഉത്കൃഷ്ടനായിരിക്കും, ഉന്നതനായിരിക്കും എന്നൊരു പാഠം കൂടി അള്ളാഹു അതോടൊപ്പം നമുക്ക് മുമ്പിൽ വിശദീകരിക്കുന്നുണ്ട്. മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കുന്ന കാലം അത്രയും നന്ദിയുള്ളവനാകണം എന്ന ഒരു മഹാവിഷയത്തെ അള്ളാഹു ലുഖ്മാനിലൂടെ ഉദ്ധരിച്ചുകൊണ്ട് നമുക്ക് മുമ്പിൽ അള്ളാഹു വിശദീകരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നന്ദിയുമായി ബന്ധപ്പെട്ട വിഷയത്തെ സൂചിപ്പിക്കുമ്പോൾ ഭാവികാല ക്രിയ ചേർത്ത് വെക്കുകയും നിഷേധത്തെക്കുറിച്ച് പറയുമ്പോൾ ഭൂതകാല ക്രിയ കൊണ്ട് ആ വിഷയത്തെ വിശേഷിപ്പിക്കുകയും ചെയ്യുന്നത് എന്ന് നമ്മൾ വിശദീകരിക്കുകയുണ്ടായി. അപ്പോ രണ്ട് ചിന്താർഹമായ വിഷയങ്ങളെ പറഞ്ഞു വെച്ച് ജീവിതത്തെ ഒന്നുകൂടി പ്രപഞ്ചത്തിലേക്ക് അള്ളാഹു കൈപ്പിടിച്ചു കൊണ്ടുപോവാണ് ഇനി ചെയ്യുന്നത്. അലം തറ, നീ കാണുന്നില്ലയോ, അന്നല്ലാഹ സഖറ ലക്കും, അള്ളാഹു നിങ്ങൾക്ക് അവന്റെ അനുഗ്രഹങ്ങളെ പൂർണ്ണമാക്കി നൽകിയിരിക്കുന്നു. അലം തറ അന്നല്ലാഹ സഖറ ലക്കും, അള്ളാഹു നിങ്ങൾക്ക് കീഴ്പ്പെടുത്തിയിരിക്കുന്നു മാഫിസ് സമാവാതി വ മാഫിൽ അർദി, ആകാശ ഭൂമികളിലുള്ള വസ്തുക്കളെ മുഴുവനും. വ അസ്ബഗ അലൈക്കും,
അവൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി നൽകിയിരിക്കുന്നു നിഅമഹു, അവന്റെ അനുഗ്രഹങ്ങളെ, ളാഹിറത്തൻ വബാത്തിനത്തൻ, പ്രത്യക്ഷമായും പരോക്ഷമായും. വമിനന്നാസി, എന്നാൽ മനുഷ്യരിൽ ചിലർ, മൻ യുജാദിലു ഫില്ലാഹി, വമിനന്നാസി മൻ യുജാദിലു ഫില്ലാഹി, മനുഷ്യരിൽ ചിലർ അള്ളാഹുവിന്റെ വിഷയത്തിൽ തർക്കിച്ചു കൊണ്ടിരിക്കുന്നു, ബിഗൈരി ഇൽമിൻ, ഒരു അറിവുമില്ലാതെ, വലാ ഹുദൻ, ഒരു മാർഗദർശനവുമില്ലാതെ, വലാ കിതാബിൻ മുനീർ, തെളിഞ്ഞ ഒരു നിയമവുമില്ലാതെ, ഒരു വ്യവസ്ഥയുമില്ലാതെ, നിർദ്ദേശവുമില്ലാതെ അവർ അള്ളാഹുവിന്റെ വിഷയത്തിൽ തർക്കിച്ചു കൊണ്ടിരിക്കുന്നു. ഇവിടെ അലം തറ, നീ കാണുന്നില്ലയോ? നമ്മൾ ഇതിനു മുമ്പ് സൂറത്ത് കഹ്ഫ് വിശദീകരിച്ചെടുത്ത് നമ്മൾ ഈ അലം തറ എന്ന് തുടങ്ങുന്ന ആയത്തുകളെ ഇമാം ഷഅറാബി വിശദീകരിക്കുന്നതിന്റെ ശ്രദ്ധേയമായൊരു ഭാഗം പറഞ്ഞു പോയിട്ടുണ്ട്. അതായത് എല്ലാവരും അറിയുന്നില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ വിശദീകരിക്കുമ്പോൾ അദ്ദേഹം കാണുന്നില്ലേ എന്ന് തന്നെയാണ് പറഞ്ഞ് വിശദീകരിച്ചു പോകുന്നത്. കാരണം പ്രവാചകനുമായി അള്ളാഹു ഒരു വിഷയത്തെ, പ്രപഞ്ചമാവട്ടെ ഭൂതകാല സംഭവങ്ങളെ കുറിച്ചാവട്ടെ, അത്തരം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ആ ചരിത്ര സംഭവങ്ങളെ പ്രവാചകന്റെ മുമ്പിലേക്ക് കൊണ്ടുവരികയും ഭൂതകാലത്തിലേക്ക് കണ്ണിന്റെ പരിധിയെ മാറ്റി ആ ഭൂതകാല മറയെ നീക്കിക്കൊടുത്ത് ആ സംഭവത്തിലേക്ക് ആ ദൃഷ്ടിയെ കൊണ്ടുപോകുന്നു എന്ന് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ തറ എന്ന് പറയുമ്പോൾ കണ്ണുകൊണ്ടുള്ള കാഴ്ചയെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ഇൽമിനെ കുറിച്ച് പറഞ്ഞിടത്തും ഈ വിഷയം വിശദീകരിച്ചിട്ടുണ്ട്. ഇൽമ് എത്ര, അറിവ്, അതിന്റെ 3 തലങ്ങളെ, അതിൽ ദൈവദൂതന്മാർ, പ്രവാചകന്മാർ ഏത് തലത്തിൽ നിന്നുകൊണ്ടാണ് മനുഷ്യരോടും ഈ പ്രപഞ്ചത്തോടും സംവദിക്കുന്നത് എന്നുള്ളതിനെയും നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. ഇൽമുൽ യഖീനിൽ നിന്നുകൊണ്ട് അവര്, ഹഖുൽ യഖീനിൽ നിന്നുകൊണ്ട് അവർ മനുഷ്യരോട് സംസാരിക്കുന്നു എന്നുള്ള വിഷയം നമ്മൾ മുമ്പ് സൂചിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇബ്രാഹിം പ്രവാചകനെ കുറിച്ച് അള്ളാഹു പറയുമ്പോൾ വകദാലിക നുരി ഇബ്രാഹിമ മലകൂത സമാവാതി വൽ അർളി ലിയകൂന മിനൽ മൂഖിനീൻ. വകദാലിക നുരി, കണ്ടോ അവിടെ അറ, യുരി, നുരി, നാം കാണിച്ചു കൊടുത്തു ഇബ്രാഹിമ, നമ്മുടെ പ്രവാചകനായ ഇബ്രാഹിമിന്, മലകൂത്ത സമാവാതി വൽ അർളി, ആകാശ ഭൂമികളുടെ രഹസ്യങ്ങളെ. മലക്കൂത്ത് എന്നുള്ളത് മുബാലകത്തിന്റെ ഒരു പ്രയോഗമാണ്, അത് അർത്ഥവ്യാപ്തിയുള്ള ഒരു പ്രയോഗമാണ്. അപ്പോ പ്രപഞ്ചത്തിന്റെ അഗാധതയിലേക്ക് അദ്ദേഹത്തിന് നാം കാഴ്ച നൽകി, ദൃഷ്ടി നൽകി, ആ പ്രപഞ്ചത്തിന്റെ അഗാധതയെ നാം അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു എന്നാണ് ആ വാക്കിനർത്ഥം. ലിയകൂന മിനൽ മൂഖിനീൻ, അദ്ദേഹം ദൃഢബോധ്യമുള്ളവനാകാൻ വേണ്ടി. അപ്പൊ പ്രവാചകന്മാര് പ്രപഞ്ചത്തെ കുറിച്ച് സംസാരിക്കുന്നത് അവര് ഊഹങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ന്യൂനമായ ബലക്ഷയമായ അറിവിൽ നിന്നോ അല്ല, അവര് പൂർണ്ണ ബോധ്യത്തോടു കൂടിയിട്ടാണ് പ്രപഞ്ചത്തെ കുറിച്ച് പോലും സംസാരിച്ചു പോകുന്നത്, ആകാശഭൂമികളെ കുറിച്ച് സംസാരിക്കുന്നത്. നമ്മുടെ ദൃഷ്ടിയിൽ ഇന്ന് നാം ഇപ്പോൾ കാണാത്ത പല സൃഷ്ടികളെ കുറിച്ചും അവർ പറഞ്ഞു വെക്കുന്നതും അത് ഊഹങ്ങളിൽ നിന്നല്ല, അത് പൂർണ്ണ അറിവിൽ നിന്നാണ്, അത് നേരിട്ട് അനുഭവിച്ചറിഞ്ഞുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത്. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ശ്രേഷ്ഠമായ ഹദീസിലൂടെ നമ്മളോട് പറയുന്ന കാര്യം, ഇന്നല്ലാഹ തവാരിൽ അർള ഫറഅയ്തു മശാരിഖഹ വമഗാരിബഹ, അല്ലാഹു എന്റെ മുമ്പിൽ ഈ പ്രപഞ്ചത്തെ ചുരുക്കി, അങ്ങനെ ഞാൻ മശ്രിഖിനെയും മഗ്രിബിനെയും ദർശിച്ചു എന്ന് പറയുന്നുണ്ട്. നമുക്കറിയാം, മുസ്ലിം ഉദ്ധരിക്കുന്ന ഒരു വിശാലമായ ഹദീസിൽ ഒരു വ്യക്തിയുടെ ചോദ്യത്തിന് ഉത്തരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രഭാത സമയത്ത് എഴുന്നേറ്റ് നിന്ന് പ്രഭാഷണം തുടങ്ങിയിട്ട് അത് സന്ധ്യാസമയം വരെ നീണ്ടു എന്ന് നമുക്കറിയാം. അതിൽ പ്രവാചകൻ എല്ലാ മനുഷ്യ കുടുംബം അഭിമുഖീകരിക്കാൻ പോകുന്ന മുഴുവൻ വിഷയങ്ങളെ കുറിച്ചും സംസാരിക്കുകയും അതിൽ നസിയ എന്ന് പറഞ്ഞുകൊണ്ട് ആ വിഷയത്തെ സ്വഹാബികൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിൽ റസൂലുള്ള എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞു, അതിൽ മനഃപ്പാടമാക്കിയവരെല്ലാം അത് ഹൃദിസ്ഥമാക്കിയവരെല്ലാം ഹൃദിസ്ഥമാക്കി, മറന്നവരെല്ലാം അത് മറക്കുകയും ചെയ്തു എന്ന്. അങ്ങനെ മനുഷ്യ കുടുംബം അഭിമുഖീകരിക്കുന്ന പ്രപഞ്ചത്തിൽ ഇനി സംഭവിക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ചും പരിശുദ്ധ റസൂല് പറഞ്ഞു എന്ന് ആ ദീർഘമായ
ആ പ്രഭാഷണത്തെ വെച്ചുകൊണ്ട് സ്വഹാബികൾ വിശദീകരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മാത്രം ഉപദേശങ്ങൾ നടത്തുന്ന പ്രവാചകനാണ്. റസൂലുള്ളാഹിന്റെ പ്രഭാഷണങ്ങൾ, നസീഹത്തുകൾ, ഉപദേശങ്ങളെല്ലാം തന്നെ 5 മിനിറ്റ്, 10 മിനിറ്റ്, 15, 20 മിനിറ്റിൽ കൂടിയിട്ടുണ്ടാവില്ല. സൈക്കോളജിക്കലി ഒരു മനുഷ്യന് 20 മിനിറ്റിനപ്പുറം അവന്റെ ശ്രദ്ധ ഒന്നിൽ കേന്ദ്രീകരിക്കാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെ പരിശുദ്ധ റസൂലിന്റെ പ്രഭാഷണങ്ങളെ, ഉപദേശങ്ങളെ എല്ലാം നോക്കിക്കഴിഞ്ഞാല് ആ 5 മിനിറ്റ്, 10 മിനിറ്റ് ആ റേഞ്ചിൽ മാത്രമേ റസൂലുള്ളാഹിന്റെ ഉപദേശങ്ങളെല്ലാം കാണാൻ പറ്റുള്ളൂ. നമ്മളാണെന്ന് ധാരാളമായിട്ട് സംസാരിക്കുന്നത്, നമ്മളാണ് കൂടുതൽ മണിക്കൂറുകൾ എടുത്ത് സംസാരിക്കുന്നത്. ഒന്ന്, നമ്മുടെ സംസാരങ്ങൾക്ക് അസറില്ല, അത് മറ്റുള്ളവരിൽ അത് പ്രതിഫലിക്കുന്നില്ല. നമ്മുടെ പാപങ്ങളെ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ തെറ്റായ ചിന്തകളെ കൊണ്ടോ എല്ലാം ആണ് അതിന് കാരണം. അതുകൊണ്ടാണ് മണിക്കൂറുകൾ പ്രസംഗിച്ചിട്ടും ദിവസേന പ്രസംഗിച്ചിട്ടും മാസങ്ങളോളം വർഷങ്ങളോളം പ്രസംഗിച്ചിട്ടൊന്നും നമ്മളിൽ തന്നെ, ഈ സമൂഹത്തിൽ തന്നെ ഒരു മാറ്റവും ഇല്ലാത്തത് കൊണ്ടാണ്. പറയുന്ന ആളുകളെ ക്വാളിറ്റി ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പോ അള്ളാഹു നമുക്കതിൽ പുറത്തരട്ടെ. അപ്പോ പരിശുദ്ധ റസൂല് പ്രഭാഷണങ്ങള്, ഖുതുബത്തുർ റസൂൽ എന്ന് പറഞ്ഞിട്ട് ഒരു കിതാബുണ്ട്. ആ കിതാബ് എടുത്ത് നോക്കിയാൽ മതി. റസൂലുള്ളാഹിന്റെ ഉപദേശങ്ങളിൽ എത്രയായിരുന്നു? വളരെ ചെറിയ സമയമായിരിക്കും. ആ ചെറിയ സമയം കൊണ്ടാണ് ഏറ്റവും വൃത്തിഹീനരായ ഒരു സമയത്തെ പരിശുദ്ധ റസൂല് ലോകോത്തമ സമൂഹമാക്കിയിട്ട്, ഒരു ദീപ്തമായ സമൂഹമാക്കിയിട്ട് പരിശുദ്ധ റസൂല് മാറ്റിയെടുത്തത്. പക്ഷെ നമുക്ക് ഇന്ന് അതൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോ ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അലം തറ എന്ന് പറയുമ്പോഴേ ആ പ്രവാചകൻ ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങളിലേക്ക് ആ പ്രവാചകന് ഭൂതകാലത്തിന്റെ മറയെ നീക്കിക്കൊടുത്ത് അതിലേക്ക് പ്രവാചക ദൃഷ്ടിയെ കൊണ്ടുപോകുന്നു എന്നാണ് അതിന്റെ പിന്നിലുള്ള തേട്ടം. ഖുർആനെ ഈ രൂപത്തിൽ ധാരാളം ആയത്തുകൾ ആയത്തുകളിൽ ഈ വിഷയം പറയുന്നുണ്ട്, അല്ലെ? ഉദാഹരണമായിട്ട് അലം തറ അന്നല്ലാഹ ഖലഖസ് സമാവാതി വൽ അർദ. മറിയം ബീവിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തെ കുറിച്ച് പറയുമ്പോൾ അവിടെ ഈ വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. ذَلِكَ مِنْ أَنْبَاءِ الْغَيْبِ نُوحِيهِ إِلَيْكَ وَمَا كُنْتَ لَدَيْهِمْ إِذْ يُلْقُونَ أَقْلَامَهُمْ أَيُّهُمْ يَكْفُلُ مَرْيَمَ وَمَا كُنْتَ لَدَيْهِمْ إِذْ يَخْتَصِمُونَ. അപ്പോ ذَلِكَ مِنْ أَنْبَاءِ الْغَيْبِ, അതൊരു അദൃശ്യമായ കാര്യമാണ്. നൂഹീഹി ഇലൈക, നാം അങ്ങിലേക്ക് അതിനെക്കുറിച്ചുള്ള ബോധനം നൽകുകയാണ്. വമാ കുന്ത ലദൈഹിം, ആ സമയം നീ അവിടെ ഇല്ല. മനസ്സിലായില്ലേ? ഇത് യുൽഖൂന അഖ്ലാമഹും, അവരുടെ ആ പേന അവർ ഇട്ട സമയത്ത്, അയ്യുഹും യക്ഫുലു മറിയമ, ആരാണ് മറിയമിന്റെ കഫാലത്ത് ഏറ്റെടുക്കുക എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് വമാ കുന്ത ലദൈഹിം, നീ അവിടെ ഉണ്ടായിരുന്നില്ല. ഇത് യഖ്തസിമൂൻ, അവർ ആ വിഷയത്തിൽ തർക്കിച്ചുകൊണ്ടിരിക്കെ. അപ്പോ ഈ സംഭവത്തെ ഉദ്ധരിച്ചുകൊണ്ട് ഇമാം ഷഅറാവി പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടെ കൊണ്ടുപോയിട്ട് അങ്ങ് നിർത്തുകയാണ്, ആ സംഭവത്തിനിടയിൽ കൊണ്ടുപോയിട്ട് അങ്ങ് നിർത്തുകയാണ്. നമ്മള് പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതായത് പുതിയ ലോകത്തും നമ്മള് എത്രയോ മുമ്പുള്ള സംഭവങ്ങളെ നമ്മൾ റെക്കോർഡ് ചെയ്ത് വെച്ചത് നമ്മുടെ മുമ്പിലേക്ക് നമ്മൾ പെടുന്നതിനെ കൊണ്ടുവരുന്നുണ്ട്. നമ്മളാ പഴയ ലോകവുമായിട്ട് നമ്മളും സഞ്ചരിക്കുന്നുണ്ട്. അത് വേറിട്ട സംവിധാനങ്ങളിലൂടെയാണ് നമ്മൾ വളരെ ന്യൂനമായ, വളരെ ദുർബലമായ സംവിധാനങ്ങളിലൂടെയെല്ലാം നമ്മൾ നടത്തുന്നത്. അപ്പൊ മനുഷ്യൻ അങ്ങനെ നടത്തുന്നുണ്ടെങ്കിൽ സർവശക്തനായ പ്രപഞ്ചനാഥൻ അലം തറ എന്ന് പറയുമ്പോൾ അത് കണ്ണുകൊണ്ടുള്ള നേരിട്ടുള്ള കാഴ്ചയെ കുറിച്ച് തന്നെയാണ്. അത് സംബോധനം ചെയ്യുന്നത് ആരോടാണ്? ശ്രേഷ്ഠരായ പ്രവാചകന്മാരോടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇസ്രാഇനെ കുറിച്ചും മിഅ്റാജിനെ കുറിച്ചെല്ലാം ചർച്ച നടത്തിയ നമ്മളിപ്പോ ഈ വിഷയം പറയുമ്പോഴേ അത് മനസ്സിലാക്കാൻ നമുക്ക് വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല, അല്ലേ? അമ്പിയാക്കന്മാരെ കൊണ്ടുവന്ന് സൂറത്ത് ആല ഇമ്രാനിൽ തന്നെ അമ്പിയാക്കന്മാരെ കൊണ്ടുവന്ന് നിർത്തുന്ന സംഭവത്തെ അള്ളാഹു പറയുന്നുണ്ട്. അപ്പൊ നമ്മള് വളരെ നിസാരമായിട്ടാണ് ഈ വിഷയത്തിൽ നോക്കിക്കാണുന്നത്, അല്ലേ? അള്ളാഹു അമ്പിയാക്കന്മാരോട് കരാറെടുത്ത സംഭവത്തെ കുറിച്ച് പറയുന്നുണ്ട്. വൈദ് അഖ്ലല്ലാഹു മീസാഖൻ നബിയ്യീന ലമാ ആതൈതുകും മിൻ കിതാബിൻ വഹിക്മത്തിൻ സുമ്മ ജാഅകും റസൂലുൻ മുസദ്ദിഖുൻ ലിമാ മഅകും ലതുഅ്മിനുന്ന ബിഹി വലതൻസുറന്നഹു എന്ന് അള്ളാഹു അമ്പിയാക്കന്മാരോട് ചോദിക്കുന്നുണ്ട്. എല്ലാ അമ്പിയാക്കന്മാരിൽ നിന്നും അള്ളാഹു കരാറ് വാങ്ങി. ഇനി നിങ്ങളെ സത്യപ്പെടുത്തിക്കൊണ്ട്, നിങ്ങൾക്ക് നൽകിയ വേദങ്ങളെ സത്യപ്പെടുത്തിക്കൊണ്ട് നാം നമ്മുടെ ദൂതനെ കൊണ്ടുവരുമ്പോൾ ആ ദൂതൻ വന്നാൽ നിങ്ങൾ അദ്ദേഹത്തിൽ വിശ്വസിക്കുമോ?
അവരെല്ലാവരും അത് സമ്മതിച്ചു എന്ന് പറയുന്നുണ്ട്. ആ ആയത്തിന്റെ വ്യാഖ്യാനമാണ് പരിശുദ്ധ റസൂലിന്റെ പിറകിൽ അമ്പിയാക്കന്മാരെ മുഴുവനും കൊണ്ടുവന്ന് നിർത്തിയത് എന്ന് പണ്ഡിതന്മാര് വ്യാഖ്യാനിക്കുന്നത്. ഇമാം ഷഅറാവിയെ പോലെയുള്ള പണ്ഡിതന്മാര്, അതുപോലെ തന്നെ വസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി വ്യാഖ്യാനിക്കുന്നുണ്ട്. അത് റൂഹ് കൊണ്ടുള്ളതായിരുന്നില്ല, ജസദ് കൊണ്ടുള്ള കണ്ടുമുട്ടലായിരുന്നു അത് എന്ന് അദ്ദേഹം വ്യാഖ്യാനിക്കുന്നുണ്ട്. കാരണം ഇസ്രാ മിഅ്റാജ് തന്നെ അത് റൂഹ് കൊണ്ടുള്ളതല്ല, ജസദ് കൊണ്ടുള്ളതാണ് എന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി, അവിടെ അബ്ദ് എന്ന വാക്കാണ് ഉപയോഗിച്ചത്. സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സല്ലദി ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ, ലിനുരിയഹു നാം അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കുവാൻ, മിൻ ആയാതിന നമ്മുടെ മഹാത്ഭുതങ്ങളെ, ദൃഷ്ടാന്തങ്ങളെ കാണിച്ചു കൊടുക്കാനേ. അപ്പൊ അവിടെയും ലിനുരിയഹു മിൻ ആയാതിന എന്നാണ് ഉപയോഗിച്ചത്. അപ്പൊ സമയത്തിന്റെ ആപേക്ഷികതയെ കുറിച്ചുള്ള വലിയ ചിന്ത മനുഷ്യന് അള്ളാഹു നൽകുന്നുണ്ട്. സമയം ആപേക്ഷികമാണ് എന്ന് അള്ളാഹു ഒരു പാഠം അവിടെ നൽകുന്നുണ്ട്. നമ്മുടെ ജീവിതവും അങ്ങനെയാണ്. നമ്മളതിന് മുമ്പ് എത്രയോ പറഞ്ഞു പോയിട്ടുണ്ട്. ഒരു സെക്കൻഡിന്റെ ഉള്ളിൽ മാത്രം ജീവിക്കുന്ന നമ്മൾ ഇവിടെ 24 മണിക്കൂറിന്റെ ഉള്ളിൽ കാലത്തെ എണ്ണുകയാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ആ കാലം അള്ളാഹുവിന്റെ സന്നിധിയിൽ ഒരു സെക്കൻഡിന്റെ അംശം പോലുമില്ല എന്ന് നമ്മളോട് അള്ളാഹു പറഞ്ഞു വെക്കുന്നുണ്ട് എന്ന് ധാരാളം ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് നമ്മൾ ഇതിനു മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അമ്പിയാക്കന്മാർക്ക് പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങളെ അള്ളാഹു നേരിട്ട് കാണിച്ചു കൊടുക്കണോ? അവര് ഹഖുൽ യഖീനിൽ നിന്നുകൊണ്ട് മാത്രം ലോകത്തോട് സംവദിക്കുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഇബ്രാഹിം നബിയെ കുറിച്ച് പറഞ്ഞെടുത്ത് തന്നെ എങ്ങനെയാണ് മരിച്ചവരെ ജീവിപ്പിക്കുക എന്നുള്ളത് ഈ ഭൗതിക ലോകത്ത് വെച്ച് തന്നെ കാണിച്ചു തരാമോ എന്ന് ചോദിച്ചതിന് അള്ളാഹു നൽകുന്ന ഉത്തരവും അതിനുശേഷം ആ സംഭവത്തെ എങ്ങനെയാണ് അള്ളാഹു ഒരു പ്രവാചകന്റെ മുമ്പിൽ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നത് എന്നെല്ലാമുള്ള കാര്യം നമ്മൾ പിന്നെ ആയത്തുകൾ ഉദ്ധരിച്ചുകൊണ്ട് തന്നെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോ അലം തറ എന്നത് വെറും ഒരു വാക്കല്ല, അത് നിസാരമായിട്ട് പറഞ്ഞു പോവേണ്ട ഒന്നല്ല, അത് വളരെ ലാഘവത്തോടു കൂടി ഓതിപ്പോവേണ്ട ഒന്നല്ല. അത് ഈ പ്രപഞ്ചത്തിന്റെ രഹസ്യങ്ങളെ കുറിച്ച് നമ്മൾക്കും ചില ധാരണകളിൽ ഉണ്ടാവേണ്ടതുണ്ട്. നമ്മളും അതിനെക്കുറിച്ചെല്ലാമുള്ള അറിവുകളും പാഠങ്ങളുമെല്ലാം ആ വാക്കിന്റെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മളും ആർജിച്ചെടുക്കേണ്ടതുണ്ട് എന്നുള്ളതിനാണ് അള്ളാഹു അത്തരം വാക്കുകൾ അള്ളാഹു നമുക്ക് മുമ്പിൽ ഉദ്ധരിക്കുന്നത്. അലം തറ, നീ കാണുന്നില്ലേ? അപ്പൊ ഇത് ഓടിപ്പോവേണ്ടതല്ല. പ്രപഞ്ചത്തെക്കുറിച്ച് അള്ളാഹു നമുക്ക് നൽകിയ ചിന്ത, ബുദ്ധി, ഇതെല്ലാം വെച്ചുകൊണ്ട് നമ്മളും ചില പഠനങ്ങളും പാഠങ്ങളുമെല്ലാം നമ്മളും പഠിച്ചറിയേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു വലിയ പാഠം കൂടി അതിന്റെ ഉള്ളിലുണ്ട്. മനുഷ്യൻ ഇന്ന് കണ്ടെത്തിയ എല്ലാ ഭൗതിക സംവിധാനങ്ങളും അതെല്ലാം തന്നെ അവന് നൽകുമെന്ന് അള്ളാഹു അവനോട് വാഗ്ദാനം ചെയ്തതാണ് എന്ന് വിശുദ്ധ ഖുർആനെ ഉദ്ധരിച്ചുകൊണ്ട് ഇമാം ഷഅറാവി പറയുന്നുണ്ട്. മനുഷ്യൻ ഇന്ന് കണ്ടെത്തിയ ഗ്രഹങ്ങളെ കുറിച്ചുള്ള പഠനങ്ങളാവട്ടെ, അല്ലെങ്കിൽ ഇന്ന് അതിന്റെ പ്രവിശാലതയെ കുറിച്ചുള്ള മനുഷ്യന്റെ വ്യാഖ്യാനങ്ങളാവട്ടെ, അതിന്റെ റൊട്ടേഷനെ കുറിച്ചുള്ള അതിന്റെ സമയത്തെ കുറിച്ചുള്ള മനുഷ്യന്റെ ഏത് വിഷയങ്ങളാവട്ടെ, അതെല്ലാം മനുഷ്യന് നാം പകർന്നു നൽകുമെന്നുള്ളത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. അതുകൊണ്ട് ആയത്തുൽ കുർസി ഓതിയാൽ മനസ്സിലാവുക. ആയത്തുൽ കുർസിയിൽ സംഭവം പറയുന്നുണ്ട്. അപ്പോ മനുഷ്യൻ അദൃശ്യമായതെന്നുള്ളത് മനുഷ്യനുമായി ബന്ധപ്പെട്ടതല്ല, അത് പ്രവാചകന്മാരുമായിട്ട് മാത്രം ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ് എന്നാണ് അദ്ദേഹം വ്യാഖ്യാനിക്കുന്നത്. മനുഷ്യന് പ്രപഞ്ചത്തിലെ ഇത്തരത്തിലുള്ള ഭൂരിപക്ഷ മനുഷ്യർക്ക് കാണാൻ കഴിയാത്ത, എത്തിപ്പെടാൻ കഴിയാത്ത, അവന്റെ ദൃഷ്ടിക്ക് അഗോചരമായി നിൽക്കുന്ന വസ്തുക്കളെ മനുഷ്യരിൽപ്പെട്ട ചിലർക്ക് തന്നെ അവന്റെ ബുദ്ധിവൈഭവം ഉപയോഗിച്ചുകൊണ്ട്, അവന് നൽകിയ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട്, അവന്റെ നിർമ്മിതികളിലൂടെ ആ പ്രപഞ്ചത്തിന്റെ അഗാധതയിലേക്ക് എത്തി നോക്കാൻ കഴിയുമ്പോൾ അതിനെ അള്ളാഹു വിശദീകരിക്കുന്നത് വൈബിയായ ഒന്നായിട്ടല്ല. വൈബ് അതിനപ്പുറം പ്രവാചകന്മാർ സംസാരിച്ചത് മാത്രമാണ് എന്ന് അദ്ദേഹം വ്യാഖ്യാനിക്കുന്നുണ്ട്. അത് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് കാണിച്ചു കൊടുക്കും. അപ്പൊ അതിന് പിന്നെ പടച്ചോന് കീഴ്പ്പെടണം എന്നുള്ളതൊന്നുമില്ല. അത് പ്രപഞ്ചത്തിൽ അള്ളാഹു റഹ്മാനാണെന്ന് പറയുന്ന അള്ളാഹുവിന്റെ സിഫത്ത് കൊണ്ട്
പേന പിടിച്ച് ആരാണോ പ്രപഞ്ചത്തിലേക്ക് നോക്കിക്കൊണ്ട് ചിന്തിക്കുന്നത് അവന്റെ പ്രപഞ്ച രഹസ്യങ്ങളെ അള്ളാഹു പറഞ്ഞു കൊടുക്കും എന്നാണ് ആ വാക്കിന്റെ അർത്ഥമെന്ന് സൂറത്ത് പിന്നെ ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. പേന പിടിച്ച് പ്രപഞ്ചത്തിലേക്ക് നോക്കിയാൽ മതി, ചിന്താപൂർവ്വം നോക്കിയാൽ മതി. പലതിന്റെയും ഉള്ളിലുള്ള രഹസ്യങ്ങളെ അള്ളാഹു ചിന്തിക്കുന്ന മനുഷ്യന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്നുള്ളത് അത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ്. അത് അള്ളാഹു മനുഷ്യനിൽ അവന്റെ റഹ്മാൻ എന്ന സിഫത്ത് കൊണ്ട് നടപ്പാക്കുന്ന ഒന്നാണ്. അപ്പൊ ഞങ്ങൾ കണ്ടുപിടിച്ചു എന്ന് പറയേണ്ട ആവശ്യമില്ല. അത് മുമ്പ് ഞങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അത് നമ്മളുടെ മതവാദം കൊണ്ടും വർഗവാദം കൊണ്ടും ഉണ്ടാകുന്ന ഒരു പ്രയോഗമാണ്, തെറ്റായ പ്രയോഗമാണ്. പേരിലേക്ക് നോക്കിയിട്ട് അപ്പൊ അയാൾ വേറെന്തോ ഇതിന്റെ ആളാണ്, അതിനാല് അദ്ദേഹം ഒരു പ്രപഞ്ചത്തിൽ അദ്ദേഹത്തിന്റെ അള്ളാഹു അദ്ദേഹത്തിന് നൽകിയ സമയം ഉപയോഗിച്ച് ഏതിന്റെങ്കിലും ഒരു വസ്തുവിന്റെ പിറകിലുള്ള ഒരു രഹസ്യത്തെ മനുഷ്യ കുടുംബത്തോട് പറയുമ്പോൾ ഇത് മുമ്പേ ഞങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന് പറയേണ്ട ആവശ്യമില്ല. അള്ളാഹിന്റെ സൃഷ്ടിയാണ് അയാള്. അത് രാമനായ മതി, ജോർജായ മതി, അല്ലെങ്കിൽ അബൂബക്കറായ മതി. പേരുകൊണ്ടൊന്നും മനുഷ്യന്റെ പഠനങ്ങളെ അവരുടേത് ഇവരുടേതൊന്നും വ്യാഖ്യാനിക്കാൻ പാടില്ല എന്ന അടിസ്ഥാനപരമായ പാഠം നമ്മൾ പഠിക്കേണ്ടതുണ്ട്. മനുഷ്യന് വേണ്ടി പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു അള്ളാഹു, മനുഷ്യന് വേണ്ടി അവന്റെ ചിന്തയെ ഉണർത്തുവാൻ. അതുകൊണ്ടാണ് മുബ്സിറത്ത് എന്ന വാക്ക് ഖുർആൻ ഉപയോഗിക്കുന്നത് ധാരാളമായിട്ട്. മുബ്സിറത്ത്, ഈ ഫാദർ ഓഫ് ഒപ്റ്റിക്സിന്റെ ഹൈത്തമി, ഹസനുൽ ഹൈത്തമി, അപ്പൊ അദ്ദേഹത്തിന് ആ ഒരു പിന്നെ നിലവിലുണ്ടായിരുന്ന ഒരു അറിവിനെ അദ്ദേഹം തിരുത്തുന്നത് ഖുർആനിലെ മുബ്സിറത്ത് എന്ന വാക്കുകൊണ്ടാണ്. അപ്പൊ ഒരു വസ്തുവിനെ കാണുന്നത് കണ്ണിൽ നിന്നുള്ള പിന്നെ പ്രകാശം, കണ്ണിൽ നിന്ന് പ്രകാശം സ്ഫുരിക്കുന്നത് കൊണ്ടല്ല, ഒരു വസ്തുവിൽ പ്രകാശം നിൽക്കുമ്പോഴാണ് ആ വസ്തുവിനെ നമുക്ക് കാണാൻ കഴിയുന്നത് എന്ന അദ്ദേഹത്തിന്റെ പിന്നെ വ്യാഖ്യാനം ഈ ആയത്തിനെ ഈ ചെറിയൊരു ഖുർആനിലെ വാക്കിനെ അവലംബിച്ചുകൊണ്ടായിരുന്നു. അപ്പൊ മനുഷ്യൻ ആരാണെങ്കിലും അവർക്ക് അള്ളാഹു ആ കഴിവ് നൽകും. അവന്റെ ചിന്ത ഉപയോഗിച്ചാൽ മതി. നമ്മൾ ഇന്ന് എന്റെ ഉപ്പുപ്പാക്ക് ഒരു ആനുണ്ടായിരുന്നു എന്നിങ്ങനെ പറഞ്ഞ് നമ്മളൊരു വേറിട്ടൊരു സമൂഹമായി നിൽക്കുകയാണ്. പ്രപഞ്ചവുമായി മനുഷ്യ കുടുംബവുമായി ചേർന്ന് നിൽക്കാൻ നമുക്ക് പിന്നെ കാലങ്ങൾക്ക് ശേഷം കഴിഞ്ഞിട്ടില്ല. എവിടെയോ വെച്ച് നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ മതവർഗവാദികളോ വർഗവാദികളെല്ലോ ആയപ്പോഴ് ഒരു വേറിട്ടൊരു സമൂഹമായി മാറുകയും വെറും തിന്നുകയും കുടിക്കുകയും സമ്പത്തിന് വേണ്ടി ഇങ്ങനെ ഓടുകയും ചെയ്യുന്ന ഒരു സമൂഹമായിട്ട് മാറിയപ്പോഴ് എന്തൊക്കെയോ സംഭവിച്ചു പോയതാണ്. അപ്പൊ അതെല്ലാം ഒന്ന് മാറി ഈ ആയത്തുകളിലൂടെ എല്ലാം ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഇത് മനുഷ്യരോടുള്ള അള്ളാഹുവിന്റെ സംബോധനമാണ്. എല്ലാ മനുഷ്യർക്കും അള്ളാഹു ചിന്തിക്കുന്ന ഏതൊരു വ്യക്തിക്ക് മുമ്പിലും ഈ പ്രപഞ്ചത്തിലെ അള്ളാഹു അവന് കാണിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹിച്ച ഏതൊരു രഹസ്യങ്ങളെയും ചിന്താപൂർവം അതിലേക്ക് എത്തി നോക്കിയാൽ അവനത് കാണിച്ചു കൊടുക്കും. അതുകൊണ്ടാണ് അബുൽ ഹസൻ അലി നദവി അദ്ദേഹം ആ ആയത്തുകളെ വ്യാഖ്യാനിക്കുന്നിടത്ത് ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. അപ്പൊ മനുഷ്യന് അവന്റെ പേന പിടിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കിയപ്പോൾ അള്ളാഹു അവന്റെ ചിന്തയെ ഉദ്ദീപിക്കുവാൻ, അവന്റെ ജീവിത പരിസരങ്ങളിൽ അവന് ഔന്നിത്യം പകർന്നു നൽകുവാൻ എന്തെല്ലാം ദൃഷ്ടാന്തങ്ങൾ അവന്റെ മുമ്പിൽ വെച്ചിട്ടുണ്ടോ അതിലേക്ക് അവൻ എത്തി നോക്കിയപ്പോൾ അവന്റെ പേന പിടിച്ചുകൊണ്ട് അതിലേക്ക് സൂക്ഷ്മമായി അവന്റെ ചിന്താപൂർവം അതിലേക്ക് എത്തി നോക്കിയപ്പോൾ അവന്റെ മുമ്പിൽ ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും എല്ലാം ഉണ്ടായി തീർന്നു. അപ്പോ ഈ പ്രപഞ്ചത്തിലെ അള്ളാന്റെ ദൃഷ്ടാന്തങ്ങളുടെ വ്യാഖ്യാനങ്ങൾ മാത്രമാണ് അത്. അതിനാൽ നിങ്ങൾ ഏത് ഫന്നും ഏത് വിഷയങ്ങളും നിങ്ങൾ മറച്ചു വെക്കുമ്പോൾ നിങ്ങൾ പടച്ചവന്റെ നാമത്തിലായിരിക്കണം നിങ്ങൾ തുടങ്ങേണ്ടത് എന്ന് അള്ളാഹു പറയുന്നു. അപ്പൊ നമ്മൾ ചോറുന്നുമ്പോ മാത്രമാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ചൊല്ലുക. വെള്ളം കുടിക്കുമ്പോൾ മാത്രമാണ് ബിസ്മില്ല. ഖുർആൻ മറച്ചു വെക്കുക മാത്രമാണ് ബിസ്മില്ല. ഈ പ്രപഞ്ചത്തിലേക്ക് നോക്കിക്കൊണ്ട് നിന്റെ നാഥന്റെ നാമത്തെ വായിക്കൂ എന്നാണ് പറഞ്ഞു പോകുന്നത്. ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിലേക്ക് നോക്കൂ, എന്നിട്ട് നിന്റെ നാഥന്റെ നാമത്തെ വാഴ്ത്തൂ എന്നാണ് പറയുന്നത് എന്ന് ഇമാം ഷഅറാവി വിശദീകരിക്കുന്നുണ്ട്. അല്ലാതെ തിന്നുമ്പോഴും കുടിക്കുമ്പോഴും
എന്തെങ്കിലും ഖുർആന് നമ്മുടേതായിരിക്കുന്ന അർത്ഥം അറിയാതെ ഇങ്ങനെ മറച്ചു വെച്ചിട്ട് ഇങ്ങനെ ഓതുമ്പോഴും ഉരുവിടേണ്ട ഒന്നല്ല ബിസ്മില്ല എന്നുള്ളത്. അത് വേണ്ടാന്നല്ല കേട്ടോ ഞാൻ ഈ പറഞ്ഞത്. പക്ഷെ അതിൽ മാത്രമായി ചുരുങ്ങിയൊരു സമൂഹമാണ് നമ്മൾ എന്നാണ് പറഞ്ഞു വെക്കുന്നത്. കുട്ടികളെ അങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുള്ളൂ നമ്മള്. ഭക്ഷണം എടുക്കുമ്പോൾ മോനെ ബിസ്മിയല്ലേ എന്ന് പറയും. ഓക്കെ, നല്ലതാണ്, അൽഹംദുലില്ലാഹ്, അങ്ങനെ തന്നെ വേണം. എന്നാൽ ആ കുഞ്ഞ് മറിച്ചു വെക്കുന്ന ഒരു ഏത് സബ്ജക്റ്റ് ആവട്ടെ, ഒരു ഫിസിക്സോ കെമിസ്ട്രിയോ ബയോളജിയോ മാത്സോ എന്തോ ആവട്ടെ, ആ കുട്ടി മറിച്ചു വെക്കുമ്പോൾ മോനെ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് ചൊല്ലുന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ടോ? നമ്മൾ പറഞ്ഞു കൊടുക്കാറില്ല. കാരണം അതെല്ലാം ഈ പ്രപഞ്ചത്തിൽ മനുഷ്യൻ അവന്റെ ചിന്ത നട്ട് അതിലൂടെ അവന്റെ ചിന്തയിലേക്ക് അള്ളാഹു പകർന്നു നൽകിയ വ്യാഖ്യാനങ്ങളാണ് മകനെ എന്ന് പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പൊ അവിടെയാണ് ഈ ഉമ്മത്ത് മാത്രമാണ് മതം ഭൗതികം എന്ന് പറയുന്ന രണ്ട് വേർതിരിവുകൾ സൃഷ്ടിച്ചിട്ടുള്ളത് വിജ്ഞാന ലോകത്ത്. ഇത് മതം, അത് ഭൗതികം. മതം എന്നുള്ള വാക്ക് എന്നോ വർജിക്കേണ്ട വാക്കാണ് എന്ന് ഇതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനെ മതം ഭൗതികം എന്ന് പറയുന്ന രണ്ട് പ്രയോഗങ്ങളുണ്ടോ? അമ്പിയാക്കന്മാരെ അങ്ങനെ രണ്ട് അറിവുകളെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? പ്രാപഞ്ചിക ജ്ഞാനങ്ങളെ കുറിച്ച് മാത്രമാണ് അമ്പിയാക്കന്മാര് സംസാരിച്ചിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ നിരന്തരം പറഞ്ഞു പോകുന്നതും അതാണ്. നമ്മൾ ഇതിനെ രണ്ടായി ഭാഗിച്ചു. ഈ സമൂഹത്തിൽ മാത്രമാണ് രണ്ട് വിഭാഗങ്ങൾ ഉള്ളത്. അവർ ഭൗതിക ജ്ഞാനം നേടിയവര്, ഇവർ മതജ്ഞാനം നേടിയവരെന്ന് പറയും. ഈ രണ്ടു കൂട്ടർ തമ്മിൽ ഭയങ്കര ക്ലാഷാണ് എപ്പോഴും. സാമ്പത്തിക വിഷയത്തിൽ എന്തെങ്കിലും നേട്ടമുണ്ടെങ്കിൽ മാത്രമേ ഇവർ രണ്ടു കൂട്ടരും കൂടി ഒരുമിച്ചിരിക്കുള്ളൂ. അല്ലെങ്കിൽ ഒരു കൂട്ടം വേറൊരു വഴിയിലൂടെ, മറ്റൊരു കൂട്ടം വേറൊരു വഴിയിലൂടെ, ഒരു കൂട്ടം സമൂഹത്തെ ചൂഷണം ചെയ്യുന്ന അവസ്ഥയിലേക്ക് മാറുന്നു. മറ്റൊരു കൂട്ടത്തിന് അമ്പിയാക്കന്മാരുടെ മൻഹജുമായിട്ടോ അതിന്റെ നേരെ ചൊവ്വയുള്ള പ്രകാശവുമായിട്ടോ ഹൃദയബന്ധം പുലർത്താത്തൊരവസ്ഥയും അവിടെ ഉണ്ടാകുന്നു. നല്ലൊരു ഫിസിക്സ് പഠിച്ച ഒരു മനുഷ്യനാണ് ഏറ്റവും വലിയ ജ്ഞാനി, ആലിം എന്ന് പറയുന്നത്. സയൻസ് പഠിച്ചൊരു മനുഷ്യനാണ്. അതാണ് അള്ളാഹു പറഞ്ഞു വെക്കുന്നത്. ഖുർആനും ഹദീസും പഠിച്ചവനെയാണെന്ന് നമ്മൾ പണ്ഡിതൻ എന്ന് വിശേഷിപ്പിക്കും. എന്തുകൊണ്ടാണ് സമൂഹത്തിൽ നല്ലൊരു ശാസ്ത്രം പഠിച്ചൊരു മനുഷ്യൻ എന്തുകൊണ്ടാണ് നമ്മൾ പണ്ഡിതൻ എന്തുകൊണ്ടാണ് പറയാത്തത്? അള്ളാഹു അങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത്. അവർ ആകാശഭൂമികളെ കുറിച്ച് ചിന്തിക്കുന്നവരാണ്. യതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദി റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. ആകാശഭൂമികളെ കുറിച്ച് ചിന്തിക്കുന്നവരാണ് പടച്ചോനെ നരകശിക്ഷയിൽ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നത് എന്നാണ് അള്ളാഹു പറഞ്ഞു വെക്കുന്നത്. അതുകൊണ്ടാണ് ഇമാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി മുഖല്ലിദിന്റെ ഈമാന് ശരിയാകോ ഇല്ലേ എന്നുള്ള ചർച്ച വരുമ്പോൾ അദ്ദേഹം പറയുന്നത്, നമ്മള് പൊതുവേ പറയേണ്ടത് ചിന്തയിലൂടെ പ്രപഞ്ചത്തിലേക്ക് നോക്കിക്കൊണ്ട് അള്ളാനെ നന്നായിട്ട് തിരിയണം എന്നുള്ളതാണ് നമ്മൾ പറയാന്ന് അദ്ദേഹം പറയുന്നത്. അതിന് അദ്ദേഹം കൊണ്ടുവരുന്ന ആയത്തന്നെ അവലം യൻദുറൂ ഫീ മലകൂതി സമാവാതി വൽ അർദ്, നിങ്ങൾ ആകാശഭൂമികളുടെ അഗാധതയിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? അതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? വമാ ഖലഖല്ലാഹു മിൻ ഷൈഇൻ, ആകാശഭൂമികൾക്കിടയിൽ അള്ളാഹു സൃഷ്ടിച്ചു വെച്ചിരിക്കുന്ന അനേകായിരം ജീവജാലങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? തീർന്നുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ സമയങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? മനുഷ്യൻ എന്ന് പറയുന്ന ഒരു മെഷീനാണല്ലോ. മനുഷ്യ നിർമ്മിത ഏതൊരു വസ്തുവിനെയും ഒരു എനർജിയുമായിട്ട് കണക്ട് ചെയ്യണം. അപ്പോഴാണ് അത് സജീവമാകുക, കണ്ണ് തുറക്കുക. മനുഷ്യ നിർമ്മിത ഏതൊരു വസ്തുവിനെയും ഓൾറെഡി ഇവിടെയുള്ള ഒരു എനർജിയുമായിട്ട് കണക്ട് ചെയ്യണം. നമ്മളെ മൊബൈലിലെ ചാർജ് തീർന്നാൽ എവിടെയാണ് ചാർജർ നോക്കി ഓടും. പിന്നീട് എവിടെയാണ് അതിന്റെ ഫ്ലഗ് എന്ന് ചോദിക്കും കുത്താൻ വേണ്ടിയിട്ട്. സുഹൃത്തുക്കളെ, ഇതൊരു മെഷീനാണ്. ഒരു ശാസ്ത്രത്തിന്റെ ദൃഷ്ടിയിൽ മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു മെഷീനാണ്. ഇത് ഇങ്ങനെ സജീവമായി നിൽക്കുന്നില്ലേ? ഏത് എനർജിയുമായിട്ടാണ് ഇതിന്റെ കണക്ഷൻ നമ്മൾ കണക്ട് ചെയ്തിട്ടുള്ളത്? നമ്മളെ സ്വിച്ച് എല്ലാം ഓഫ് ആക്കാൻ പോവാണ്. അധികം താമസിയാതെല്ലോ ഓഫാക്കും. ആ എനർജി നഷ്ടപ്പെടും. അപ്പൊ ഒരു മഹാശക്തിയുമായിട്ട് ഇതിന്റെ ചാർജർ കുത്തിവെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് വനഫഖ്നാഹു മിർ റൂഹി എന്ന് അല്ലാഹു പറയുന്നത്. നാം ആ എനർജിയെ കണക്ട് ചെയ്തിട്ടുണ്ട് ഇതുമായിട്ട്. ഒരു സമയം വരും
ആ കണക്ഷൻ നമ്മൾ ഊരും. അല്ലേ? കൈഫ തക്ഫുറൂന ബില്ലാ, നിനക്ക് എങ്ങനെയാണ് നിന്റെ നാഥനെ നിഷേധിക്കാൻ കഴിയുക? വകുൻതും അംവാതൻ, നീ നിർജീവമായ ഒന്നായിരുന്നു. ഫഅഹ്യാകും, ഇപ്പോഴിതാ നീ 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 ജീവസുറ്റ ഒന്നായി നിൽക്കുന്നു. സുമ്മ യുമീതുക്കും, ആ ഫ്ലഗ് നമ്മൾ ഊരും. സുമ്മ യുമീതുക്കും സുമ്മ യുഹ്യീക്കും, വീണ്ടും നിന്നെ നാം സൃഷ്ടിക്കും. ഒരു കമ്പ്യൂട്ടറുമായിട്ട് നമ്മുടെ ലൈഫിനൊന്നും ഇങ്ങനെ, നമ്മുടെ ജീവിതം ഒന്നും ഇങ്ങനെ കണക്ട് ചെയ്ത് നോക്കിയാൽ മതി. നമ്മൾ സൃഷ്ടിക്കുന്ന ഓരോന്നിലൂടെയും അള്ളാഹു നമ്മയെ കുറിച്ച് ബോധ്യപ്പെടുത്തി തരുന്നുണ്ട്. നാം നിർമ്മിക്കുന്ന ഏതൊന്നും നമ്മെ തന്നെയാണ് വ്യാഖ്യാനിക്കുന്നത്. നമ്മുടെ ചിന്തയെയാണ് അത് വ്യാഖ്യാനിക്കുന്നത്. നമ്മളിൽ അള്ളാഹു നിറച്ചു വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ ആഴത്തെയാണ് അതെല്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോ നമ്മുടെ ജീവിതത്തെ ആരിലാണോ ബന്ധിപ്പിച്ചിരിക്കുന്നത്, ബന്ധപ്പെട്ട് കിടക്കുന്നത്, ആ മഹാശക്തിയെ കുറിച്ചുള്ള വർത്താനാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനർജിയെ കുറിച്ച് മനുഷ്യന് എങ്ങനെയാണ് അതിനെ വ്യാഖ്യാനിക്കുക? അതിന്റെ തുടക്കത്തെ കുറിച്ച്, അതിന്റെ ഒടുക്കത്തെ കുറിച്ച് എങ്ങനെയാണ് മനുഷ്യനെ വ്യാഖ്യാനിക്കാൻ കഴിയുക? ഓരോ നിമിഷങ്ങളിലും 100,000 കോശങ്ങൾ വളരുകയും അത് നശിക്കുകയും ചെയ്യുന്നുണ്ട്. എവിടെയെങ്കിലും ചെറിയൊരു തകരാറ് സംഭവിച്ചാൽ മതി, ഈ ശരീരഘടന താറുമാറാകും. പല പ്രശ്നങ്ങളുണ്ടാവും. നിങ്ങൾ ചിന്തിച്ചു നോക്കി, എന്തോ ഒരു അനുഗ്രഹത്തിലാണ് ഈ ആയത്തിനെ നമ്മളിതിന് മുമ്പിലേക്ക് പോയിട്ടില്ല. അതിന് മുമ്പ് നമ്മൾ അനത്തറ എന്ന വാക്കിനെ വ്യാഖ്യാനിക്കുന്നിടത്ത് തന്നെ നമ്മൾ ഇതെല്ലാം പറഞ്ഞു പോവുകയാണ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹു നമുക്കത് പുറത്തട്ടെ. അസ്ബഗ എന്ന് പറഞ്ഞ അക്മല, അള്ളാഹു അപൂർണമായി അവന്റെ അനുഗ്രഹങ്ങളെ പ്രത്യക്ഷമായും പരോക്ഷമായുമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളെയും അള്ളാഹു നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നു. അള്ളാഹു അപ്പൊ നമ്മുടെ ഈ നമ്മളിപ്പോ ഇങ്ങനെ ഒരു എനർജിയുമായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് നിൽക്കുകയാണ്. അത് എപ്പോഴാണ് അത് ഓഫാക്കുക എന്ന് നമുക്കറിയില്ല. എവിടെ വെച്ചാണ് അത് കട്ട് ചെയ്യുക എന്നുള്ളത് നമുക്കറിയില്ല. അപ്പൊ പടച്ചോനെ ഈ സജീവത ഉണ്ടല്ലോ, ഈ ഒരു ചലനാത്മകത, അത് ഒരു മഹാശക്തിയുമായിട്ട് ഇതിങ്ങനെ കണക്ട് ചെയ്ത് നിൽക്കുന്നതുകൊണ്ടാണ്. അള്ളാഹുവിന്റെ ആ ഖുദ്റത്തുമായിട്ട് ഇതിങ്ങനെ നിൽക്കുന്നത് കൊണ്ടാണ്. പടച്ചോനെ, ഈ ജീവനിലൂടെ തന്നെ അള്ളാഹിനെ തിരിച്ചറിയാൻ നമുക്ക് കഴിയാം. അള്ളാഹുവിനെ നന്നായിട്ട് ബോധ്യപ്പെടാൻ നമുക്ക് കഴിയാം, റബ്ബിനെ ബോധ്യപ്പെടാൻ. അമ്പിയാക്കന്മാർക്ക് അള്ളാഹു അവരുടെ ദൃഷ്ടിയുടെ പരിധിയെ മാറ്റിക്കൊടുക്കുകയും എന്നിട്ട് പ്രപഞ്ചത്തിന്റെ അഗാധതയിലേക്ക് എത്തി നോക്കാനുള്ള അവസരം അള്ളാഹു നൽകുകയും ചെയ്യുന്നു. ഞാൻ നേരത്തെ ഈ ജീവിതത്തെ കുറിച്ച് പറഞ്ഞല്ലോ. റസൂലുള്ളാഹിന്റെ ഒരു പ്രാർത്ഥന ഇപ്പോ ഈ പ്രഭാതത്തിൽ എത്ര ആളുകൾ ഇതുപോലെ സ്വന്തത്തിലേക്ക് നോക്കിയിട്ട് ചൊല്ലിയിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല. എങ്കിലും ആരെങ്കിലും മറന്നുപോയിട്ടുണ്ടെങ്കിൽ അതൊന്ന് ചൊല്ലാന് ഞാൻ ആ ഹദീസ് ഒന്ന് പറയാം. റസൂലുള്ളാഹിന്റെ പ്രാർത്ഥന, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസു വഅസ്ലിഹ് ലീ ഫീ ശഅനി കുല്ല വലാ തകിൽനി ഇലാ നഫ്സി തർഫത ഐൻ എന്ന റസൂലുള്ളാഹിന്റെ വളരെ ആഴത്തിലുള്ളൊരു പ്രാർത്ഥന. ആ പ്രാർത്ഥന ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ ചൊല്ലുന്നത് നന്നായിരിക്കും എന്ന് ഞാൻ എന്നോട് നിങ്ങളോട് ഉണർത്തുക. അപ്പോ അലം തറ, നീ കാണുന്നില്ലയോ, അന്നല്ലാഹ സഖറ ലക്കും, അള്ളാഹു നിങ്ങൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്കുന്നു, മാഫിസ് സമാവാതി വമാഫിൽ അർളി, ആകാശ ഭൂമികളിലുള്ളതെല്ലാം തന്നെ അള്ളാഹു നിങ്ങൾക്ക് കീഴ്പ്പെടുത്തിയിരിക്കുന്നു. അപ്പോ അമിർ റഹ്മത്തിഹി, സൂറത്ത് ഖസ്സിൽ ഒരാൾ, അമിർ റഹ്മത്തിഹി, അള്ളാഹുവിന്റെ അനുഗ്രഹമാണ്. ജഅല ലക്കുമുൽ ലൈല വന്നഹാറ, രാത്രിയെയും പകലിനെയും അള്ളാഹു നിങ്ങൾക്ക് ആക്കി തന്നു. ലിതസ്കുനൂ ഫീഹി, അതിൽ നിങ്ങൾ ശാന്തി അടയാൻ വേണ്ടിയിട്ട്. വലിതബ്തഗൂ മിൻ ഫദ്ലിഹി, രാത്രിയിൽ നിങ്ങൾ സമാധാനമടയുവാനും
പകലിൽ നിങ്ങൾ അള്ളാഹുവിന്റെ ഫദ്ലിനെ കണ്ടെത്തുവാനും വലഅല്ലക്കും തഷ്കുറൂൻ, അങ്ങനെ നിങ്ങൾ നന്ദിയുള്ളവരാകാൻ വേണ്ടിയിട്ട്. സൂറത്ത് ഖസ് തന്നെ മറ്റൊരു ആയത്ത് കാണാൻ പറ്റും. ഖുൽ അറഅയ്തും, നിങ്ങൾ പറയൂ, ഇൻ ജഅലല്ലാഹു അലൈക്കും അലൈക്കുമുൻ നഹാറ സർമദൻ, പകലിനെ അള്ളാഹു അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ടു പോകുക, ഇലാ യൗമിൽ ഖിയാമ, അന്ത്യനാൾ വരെ പകലിനങ്ങനെ സൂര്യൻ അസ്തമിക്കാത്തൊരവസ്ഥ ഉണ്ടാകുക എന്ന് വിചാരിക്കുക. മൻ ഇലാഹുൻ ഗൈറുല്ലാഹി യഅതീകും ബില്ലൈലി, ഏതൊരു ആരാധ്യനാണ് നിങ്ങൾക്ക് പിന്നെ രാത്രിയെ കൊണ്ടുവന്ന് തരിക? ലിതസ്കുനൂ ഫീഹി, രാത്രി ഒന്ന് വന്നാലും ഒന്ന് ഉറങ്ങട്ടെ എന്ന് ഇങ്ങനെ കരുതുമല്ലോ. ഇരുട്ടൊന്ന് മൂടിയാൽ ഒന്ന് ഉറങ്ങട്ടെ എന്ന് കരുതാന് ആരാണ് നിങ്ങൾക്ക് രാത്രി കൊണ്ടുവന്ന് തരിക? അഫലാ തുബ്സിറൂൻ, നിങ്ങൾ ഹൃദയം കൊണ്ട് ആ വിഷയം മനനം ചെയ്യുന്നില്ലേ? എന്താണ് അഫലാ തുബ്സിറൂൻ എന്ന് പറഞ്ഞാൽ? ബസറ എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ടുള്ള കാഴ്ചക്കല്ല ബസറ എന്ന് പറയും. കണ്ണുകൊണ്ട് നോക്കിയിട്ട് ഹൃദയം കൊണ്ട് മനനം ചെയ്യുന്ന, അഗാധമായിട്ട് ആ വിഷയത്തെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ബസറ എന്ന വാക്ക് അല്ലാഹു ഉപയോഗിച്ചിട്ടുള്ളത്. അത് സൂറത്ത് മുൽക്കിലേക്ക് നോക്കിയാൽ മതി. തബാറക്കല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല വഹുവൽ അസീസുൽ ഗഫൂർ അല്ലദീ ഖലഖ സബഅ സമാവാതിൻ തിബാഖ മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത്തിൻ. അവിടെ തറ എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ടുള്ള നോട്ടാണ്. മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത്തിൻ, വല്ല വീഴ്ചയും നീ കാണുന്നുണ്ടോ പ്രപഞ്ചത്തിൽ? അങ്ങനെ വീഴ്ച ഉണ്ടെങ്കിൽ ഇതാ ഇപ്പൊ നമ്മള് 7:15 നമ്മൾക്ക് കണ്ടുമുട്ടാം എന്ന് പറയുന്ന ഒരു സമയം തെറ്റിപ്പോകുമായിരുന്നു. ഇനി നമ്മൾക്ക് 12 മണിക്ക് നമുക്ക് വീണ്ടും കൂടിയിരിക്കാം എന്ന് പറയുന്ന സമയം ഇനി വരൂല. അങ്ങനെ എന്തെങ്കിലും പിഴവുണ്ടെങ്കിൽ അതിബലിഷ്ഠമായ പിഴക്കാത്ത ഒരു മഹാസംവിധാനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഗ്രഹങ്ങളുടെ എല്ലാം തന്നെ ഉടമാവകാശം ആർക്കാണ്? എല്ലാത്തിന്റെയും ഉടമാവകാശത്തിന് വേണ്ടി ഓടുന്നവരാണല്ലോ മനുഷ്യർ. അതിർത്തികൾ വെട്ടിപ്പിടിക്കുവാൻ ഓടുന്നവനാണ് മനുഷ്യൻ. എന്നാൽ ഇതിന്റെ ഉള്ളിൽ അവൻ ഈ സമയവും രാത്രിയും പകലും എല്ലാം നൽകി അതിനെ ക്രമാതീതമാക്കുവാൻ ഇവിടെ ഒരു മഹാസംവിധാനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ ഗ്രഹവും അതിന്റെ ഭ്രമണപഥത്തിൽ തെറ്റാതെ പിഴക്കാതെ അതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട്, ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിന്റെ ഉടമാവകാശം ആർക്കാണ്? ഇമാം ഷാറാബി ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എല്ലാത്തിന്റെയും സംവിധായകൻ ഞാനെന്ന് പറയുന്ന മനുഷ്യൻ പറയുന്നുണ്ടോ ഇതെല്ലാം എന്റെ സൃഷ്ടിയാണ്, ഞാനാണ് ഈ ബലിഷ്ഠമായ ഈ നിർമ്മിതിയും ഈ സംവിധാനവും ഇവിടെ ഒരുക്കിയിരിക്കുന്നത് എന്ന് ഇന്നേ വരെ ഏതെങ്കിലും മനുഷ്യന് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ അഹങ്കരിക്കുന്ന മനുഷ്യന്റെ പോലും ജീവിതത്തെ ക്രമീകരിക്കുന്ന ഒരു മഹാസംവിധാനം ഇവിടെ നടന്നുകൊണ്ട് ഈ സൂറത്ത് മുൽക്കിൽ മാ തറാ ഫീ ഖൽഖിർ റഹ്മാനി മിൻ തഫാവുത്തിൻ ഫർജിഇൽ ബസറ, ഇവിടെ അഫലാ തുബ്സിറൂൻ, ഫർജിഇൽ ബസറ എന്ന് പറഞ്ഞാല് അത് പിന്നെ കണ്ണുകൊണ്ടല്ല. ഈ കണ്ട ഒന്നിനെ കുറിച്ച് നീ ഹൃദയത്തിൽ മനനം ചെയ്ത് നീ അതൊന്ന് ഗാഠമായിട്ട് നിന്റെ പഠന ഗവേഷണത്തിന് വിധേയമാക്കൂ എന്നാണ് അർത്ഥം. ഫർജിഇൽ ബസറ ഹൽ തറാ, സുമ്മർജിഇൽ ബസറ കർറത്തൈൻ, വീണ്ടും നീ ഒന്ന് ഗാഠമായി പ്രപഞ്ചത്തിലേക്ക് നോക്കൂ, കണ്ടുകൊണ്ടല്ല. പിന്നെ നിന്റെ പഠന ഗവേഷണ ത്വരയോടുകൂടി നീ പ്രപഞ്ചത്തെ നീ സമീപിക്കൂ. ആണ് ബസീറത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ബസീറത്ത് എന്ന് പറഞ്ഞാൽ കണ്ണിന്റെ കാഴ്ചക്കല്ല, അത് ഹൃദയത്തിന്റെ കാഴ്ചക്കാണ്. ഉൾക്കാഴ്ച എന്നാണ് നമ്മൾ പൊതുവെ പറയാറ്. അപ്പൊ മനുഷ്യന്റെ ചിന്തയുടെ തുടിപ്പ് അവന്റെ ഹൃദയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നെല്ലാം ഇമാം ഷാറാബി വിശദീകരിച്ചു പോകുന്നുണ്ട് ഈ ആയത്തിന് പറഞ്ഞുകൊണ്ടത്. അള്ളാഹുവിന്റെ മഹാനുഗ്രഹങ്ങളെ അള്ളാഹു നമുക്ക് മുമ്പിൽ ഇങ്ങനെ ചൊല്ലിയിരിക്കുകയാണ്. അഹ്റ എന്ന് പറയുന്ന വാക്കുപയോഗിച്ച് ധാരാളം ആയത്തുകളെ അള്ളാഹു നമുക്ക് മുമ്പിൽ നമുക്കിങ്ങനെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. സൂറത്ത് നഹലിലേക്ക് പോയാൽ മതി.
സൂറത്ത് നഹ്ലിലേക്ക് പോയി നോക്കി നിങ്ങൾ. അതിന്റെ തുടക്കത്തിൽ തന്നെ അള്ളാഹു അനുഗ്രഹങ്ങളുടെ ഒരു പേമാരി തന്നെ നമുക്ക് മുമ്പിൽ ഇങ്ങനെ വർഷിക്കണം. അള്ളാഹു എങ്ങനെയൊക്കെയാണ് അള്ളാഹു മനുഷ്യനോട് കരുണ കാണിക്കുന്നതെന്നോ, അള്ളാഹു എങ്ങനെയൊക്കെയാണ് മനുഷ്യന് വേണ്ടി പ്രപഞ്ചത്തെ കീഴ്പ്പെടുത്തി കൊടുത്തിരിക്കുന്നത് എന്നോ, എങ്ങനെയാണ് അള്ളാഹു അവന്റെ അനുഗ്രഹങ്ങളെ ചോരിക്കൊടിഞ്ഞു നൽകുന്നത് എന്നല്ലോ അള്ളാഹു ഇങ്ങനെ പറഞ്ഞു പോവുകയാണ് സൂറത്ത് നഹ്ലിൽ. അല്ലേ? അവിടെ നിന്ന് തുടങ്ങുകയാണ് കേട്ടോ. ഞാൻ നിങ്ങളെ ഓതാം, ആ സംഭവം ഒന്ന് ഓതാം. ഹുവല്ലദീ അൻസല മിനസ്സമാഇ മാഅൻ ലക്കും മിൻഹു ശറാബുൻ വമിൻഹു ശജറുൻ ഫീഹി തുസീമൂൻ യുംബിതു ലക്കും ബിഹി الزرع والزيتون والنخيل والأعناب ومن كل الثمرات إن في ذلك لآية لقوم يتفكرون. وسخر لكم الليل والنهار وسخر لكم الليل والنهار والشمس والقمر والنجوم مسخرات بأمره إن في ذلك لآيات لقوم يعقلون. وما ذرأ لكم في الأرض مختلفا ألوانه إن في ذلك لآية لقوم يذكرون. وهو الذي سخر البحر لتأكلوا منه لحما طريا وهو الذي سخر البحر وهو الذي سخر البحر لتأكلوا منه لحما طريا وتستخرجوا منه حلية تلبسونها وترى الفلك مواخر فيه ولتبتغوا من فضله ولعلكم تشكرون. سبحان الله. وألقى في الأرض رواسي أن تميد بكم وأنهارا وسبلا لعلكم تهتدون وعلامات وبالنجم هم يهتدون أفمن يخلق كمن لا يخلق أفلا تذكرون وإن تعدوا نعمة الله لا تحصوها إن الله لغفور رحيم. അനുഗ്രഹങ്ങളുടെ ഒരു പേമാരി അള്ളാഹു വർഷിക്കുക. അള്ളാഹു പറയാം അതെല്ലാം കീഴ്പ്പെടുത്തി. നന്നായി ചർച്ച ചെയ്യേണ്ട ഭാഗങ്ങളാണ്. അള്ളാഹു നിങ്ങൾക്ക് അതിൽ കീഴ്പ്പെടുത്തി. അള്ളാഹിന്റെ അനുഗ്രഹങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താൻ നിങ്ങൾക്ക് പറ്റുമോ മനുഷ്യരെ? നിങ്ങൾ മഹാ നന്ദി കെട്ടവരാണ്, എന്നാലും അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരുട്ടോ എന്ന്.